പബ്ലിഷേഴ്സ് ആൻഡ് പ്രസന്റഡ് ബൈ ഗാത്രി ലേക്ക് സ്വാഗതം. കിച്ചൺ മാജിക് സീസൺ 4ന്റെ മത്സരം ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ റൗണ്ട്സ് കഴിയുന്നതോറും വ്യത്യസ്തമായ പല പല റൗണ്ട്സിലൂടെ നമ്മുടെ മത്സരാർത്ഥികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പരീക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ റൗണ്ടിലേക്ക് കടന്നു പോവുകയാണ്. അതായത് നോക്കൌട്ട് റൗണ്ട്. ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. കാര്യം ഇത് രണ്ടാൾക്കാർ തമ്മിലുള്ള മത്സരമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് രണ്ടുപേർ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മളുടെ 12 കണ്ടസ്റ്റൻസും ഇപ്പോൾ രംഗത്തുണ്ട്. ഫുൾ കോറമാണ്. നോ ഡേഞ്ചർ സോൺ, അങ്ങനെ ഒരു സോൺ ഇപ്പോൾ ഇല്ല. എല്ലാവരും തിരിച്ചെത്തി. ഇപ്പോൾ താഴത്തെ 1, 2, 3, 4, 5, 6 ഈ 6 പേരിൽ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഒരു നിങ്ങളുടെ ടീം മെമ്പർ ആരാണെന്ന് മനസ്സിലാവും. ഓക്കെ, കിട്ടിയിരിക്കുന്ന രാധിക, ഷമീർ. രാധികയും ഷമീറുമാണ് ഒരു ഗ്രൂപ്പ്. ഓക്കെ, മാറിക്കഴിഞ്ഞു. ഹാപ്പി? വളരെ ഹാപ്പി. ഇനി അടുത്ത ജോലി പറയാം. 6 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 6 ഐറ്റം. 6 ഐറ്റത്തിന്റെ പേരുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ലക്കി ടിപ്പാണ്. അത് ഞങ്ങളൊരു സെലക്ഷനും തരുന്നില്ല. അത് നിങ്ങളിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരായിട്ട് വരുന്നു. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ എടുക്കുന്നു. ആ ഐറ്റം ആയിരിക്കണം നിങ്ങൾ രണ്ടുപേരും കുറിച്ച് ഉണ്ടാക്കുന്നത്. കടായി പനീർ. കടായി പനീർ. ഇനിയും വിഭവങ്ങളുണ്ട്. ഇഷ്ടമുള്ളത് വരും. ഭാഗ്യം പോലെ ഇരിക്കും. ഒരു പാൽപ്പായസത്തിന്റെ ഒരു ടേസ്റ്റ് ആണ്. ഇത് സൂഫ്ലേ അല്ല, ഇത് സൂഫ്ലേ അല്ല അല്ലേ? കഴിക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ തേങ്ങ കുറച്ച് നന്നായിട്ട് വറുത്തോന്നുണ്ട്. കുറച്ചുകൂടി ലൈറ്റ് ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് അറിയില്ല. അതെ, അതിന്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കി പിന്നെ മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കിയത് നോക്കുമ്പോൾ കുറച്ചുകൂടി വേണം തോന്നുന്നു.
സൂഫ്ലേ എന്ന് പറഞ്ഞ് കഴിക്കുകയാണെങ്കിൽ സൂഫ്ലേ അല്ല. അതേസമയം ഒരു പുഡിംഗ് എന്ന് പറഞ്ഞ് കഴിച്ചാൽ സ്വാദുള്ള 2 പുഡിങ്ങാണ്. ഒരു കോക്കനട്ട് ഫ്ലേവറുള്ള പുഡിംഗ് തന്നെയാണ്. ഓക്കെ, ആ പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടി സെറ്റായത് ഏത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കറക്റ്റ് ഒരു ഫോമിൽ വന്നത് ഏതെന്ന് നോക്കിയിട്ട് പറയാണ്. ഷമീർ ഇസ് ഇന്നാക്കി, രാധിക ഡേഞ്ചറിൽ പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികൾ 2 പേരും തയ്യാറായി നിൽക്കുവാണ്. അപ്പോൾ നമ്മൾക്കിനി അവർ കിച്ചൺ ഭാഗത്ത് തന്നെയുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം, എന്തൊക്കെയാണെന്ന് അറിയാം. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ചിട്ടിൽ കിട്ടിയതാണ്. ഞാനും എൻ്റെ കോമ്പറ്റീറ്ററായ നസിയക്കും കിട്ടിയിരിക്കുന്നത് ഒരു കാരമൽ കസ്റ്റേർഡാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലേക്ക് പാലൊഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന അളവ് ഗ്ലാസ്. നമ്മുടെ കണക്കനുസരിച്ച് നമ്മൾ 3 മുട്ടയ്ക്ക് 1 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. അതിന് മുന്നേ നമുക്ക് പാലൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇച്ചിരി നല്ല തിക്ക് കൺസിസ്റ്റൻസി വരും നമ്മുടെ കസ്റ്റേർഡിന്. നമുക്കപ്പോൾ ഇത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ 1.5 കപ്പ് പാലൊഴിച്ചൊന്ന് കുറുക്കുവാണ്. അതപ്പോൾ 1 കപ്പായിട്ട് മാറും. ഇത് ഞാൻ കുറുക്കാൻ വെച്ചിട്ടുണ്ട് പാല്. അടുത്ത ബൗളിൽ നമുക്കിവിടെ 3 മുട്ട പൊട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് 3 മുട്ടയുടെ അളവാണ്. 1 ടേബിൾ സ്പൂണാണ്. അങ്ങനെ ഒരു 4 ടേബിൾ സ്പൂൺ ഇടാം. ഇട്ടിട്ടൊന്ന് നല്ലോണം അടിച്ചെടുക്കുക. ഹാൻഡ് ബ്ലെൻഡറൊന്നും വേണ്ട, നമ്മുടെ വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ട മണം മാറിക്കിട്ടും. പഞ്ചസാര അലിഞ്ഞ് കിട്ടണം. മുട്ടയുടെ മണം തീരെ വരാൻ പാടില്ല. അപ്പോൾ വാനില എസൻസ് ഒന്ന് മണത്ത് നോക്കിയിട്ടിടുക. ഒരു മുട്ടയുടെ സ്മെല്ല് വന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കൂടി പഞ്ചസാര വേണം. നമുക്ക് ഒരു ലെയർ മൊത്തം കാരമൽ വേണം. അത് കാരണം നല്ല ഗോൾഡൻ കളറാവണം നമ്മുടെ കാരമൽ. എന്നാൽ കഴിക്കാനും പാടില്ല, ഓവർ ഗ്ലേസും ആവാൻ പാടില്ല. ഓവറായിട്ട് ആയിക്കഴിഞ്ഞാൽ കഴിക്കും. അപ്പോൾ നമ്മളൊരു ഗോൾഡനിഷ് കളർ മതി, ബ്രൗണിഷ് ആവണ്ട. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ പാല് ഇച്ചിരി കുറുകിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കണം. അധികം ചൂടിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ മുട്ട ബുൾസൈ മാതിരി അത് പിരിഞ്ഞു പോകും. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഇതിനകത്ത് ചേർന്ന് പോകണം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇത് നല്ലോണം അടിച്ചെടുക്കണം. പഞ്ചസാര അലിയണം. അതാണ് നമ്മുടെ അജണ്ട. മുട്ടയിലേക്ക് ചേർക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. അടിച്ചടിച്ചടിച്ച് നമുക്കൊന്ന് തിളപ്പിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. നമ്മുടെ പാലും മുട്ടയും പഞ്ചസാരയും കൂടിയുള്ള മിശ്രിതം ഇവിടെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇതിന് നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയില്ലേ, കസ്റ്റേർഡ് പൗഡറിന് പകരം നമുക്കിങ്ങനെ കൊടുക്കാനും പറ്റും. ഒന്ന് അടിച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കണം. ഒരു പഞ്ചസാരയും
നല്ലൊരു ഗ്ലേസ് ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെവൽ മതിയാവും, അധികം ഡാർക്ക് ആവണ്ട. ഇവിടെ ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനൊരു മോൾഡ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കാരമൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരമൽ നമ്മളിവിടെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കസ്റ്റർഡ് ഒന്ന് ചൂടാക്കി എടുക്കാം. മതിയാവും, ഞാൻ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഞാൻ. ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. താഴെ വെള്ളം, മെയിൻലി മോൾഡും. ഇനി നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്കിതൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുക്കണം അത് വെക്കണതിന് മുന്നേ. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആവി ഇനി പുഴുങ്ങിയാൽ മതി. അതിനകത്തേക്ക് വെള്ളം വീഴരുത്. നമ്മൾ അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം അതിലേക്ക് വീഴും. പക്ഷെ ഇത് നമുക്ക് വെറുതെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. ഇതിനൊരു 20 മിനിറ്റെങ്കിലും എടുക്കും ആദ്യം മുന്നേ. അത് കഴിഞ്ഞ് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് വരണം. എന്നിട്ട് നമുക്കിത് കോൾഡ് സെർവ് ചെയ്യാം. കാരമൽ നമ്മുടെ സെറ്റായിട്ടുണ്ട്, അവിടെ ഇങ്ങനെ കട്ടിയായിട്ടുണ്ട്. പക്ഷേ അത് നമ്മളിപ്പോൾ ആദ്യത്തെ പുഴുങ്ങുമ്പോൾ അതും ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ട് അത് നമുക്ക് നല്ല മോൾഡ്, ആ സെയിം സ്റ്റാറിൻ്റെ മോൾഡിൽ അതും നമുക്ക് ഊരിയെടുക്കാൻ പറ്റണം. നമുക്ക് നോക്കാം ഇതങ്ങനെ ആവുമോ എന്ന്. അപ്പോൾ നമുക്ക് ഡീമോൾഡ് ചെയ്ത സമയത്ത് നമുക്ക് നോക്കാം. പക്ഷേ ഇതിപ്പോൾ ഇനി ഒരു 20 മിനിറ്റ്സിലും എടുക്കും ഒന്ന് നമുക്ക് ശരിയായി തണുത്ത്, നമ്മൾ ആവിക്ക് പുഴുങ്ങി തണുത്തിട്ടാണ് നമ്മൾ ഡീമോൾഡ് ചെയ്യണം. നമുക്ക് നോക്കാം. നമ്മുടെ നട്ട്സിൻ്റെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറിനകത്തേക്ക് നമ്മൾ നട്ട്സ് ഇട്ടു. പിന്നെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ പുറത്ത് നമ്മൾ വിരിച്ചിട്ടിട്ട് തണുക്കാൻ കൊടുത്തു. അപ്പോൾ ഇതൊരു നമ്മുടെ കപ്പലണ്ടി മിഠായി പോലെ തന്നെ കശുവണ്ടി മിഠായി പോലത്തെ ഒരു ബാറ് പോലെയായി. നമുക്കിത് അലങ്കരിക്കാൻ യൂസ് ചെയ്യാം. അതാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് വെക്കാം. പ്ലസ് ഇത് ഞാൻ കുറച്ച് തിൻ ഷീറ്റ്സ് ആയിട്ട് ഒന്ന് നമ്മുടെ കാരമലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വലിച്ചാൽ മതി. ആ സ്പൂൺ താഴെ ഇട്ടിട്ടൊന്ന് വലിക്കുമ്പോൾ നമുക്ക് കുറച്ച് തിൻ ഷീറ്റ്സ് കിട്ടും. ജസ്റ്റ് ഫോർ ഗാർണിഷിങ് പർപ്പസിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഇത് റെഡി ആവുന്നുണ്ട്. നല്ല പുഴുങ്ങി സെറ്റായി വരണം, എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇഡ്ഡലി പാത്രത്തിലൊക്കെ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങൾക്ക് വലിയ മോൾഡിൻ്റെ പ്രശ്നം കാരണമാണ് ഞങ്ങൾ ഇതിനകത്ത് ഇട്ടത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുമ്പോൾ ഇടയ്ക്ക് അലുമിനിയം ഫോയിൽ ഇടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ സെറ്റായിട്ട് വരണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ ജെല്ലി മാതിരി അത് നല്ലോണം ഇങ്ങനെ ഇളകണം. അതാണ് കാരമൽ കസ്റ്റർഡിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് നോക്കാം ഇതൊന്ന് ആയി വന്ന് തുറന്ന് നോക്കാം. അത് നല്ല ജെല്ലി ടൈപ്പ് ഇങ്ങനെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കാരമൽ കുറച്ചും കൂടി കട്ടിയാണ്. നമുക്ക് 2-3 ട്രിക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വെക്കാം. ആ കാരമൽ ഒന്ന് ഇളകി വരണം. ഒന്നും കൂടി ഒന്ന് ഒരു 10 മിനിറ്റ് കൂടി വെക്കാം. അപ്പം നമുക്കിത് ഓൾമോസ്റ്റ് റെഡി ആയെന്ന് നോക്കാം, തുറന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഡീമോൾഡ് ചെയ്യണം. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. തണുത്തിട്ട് വേണം നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ, അധികം ചൂടോടെ. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചെയ്യണം, ബിക്കോസ് ലിക്വിഡ് ആണ് താഴെ. ഒരുവിധം ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ആക്കാൻ വെക്കാം. ഗോൾഡനിഷ് ആയിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പ് അല്ല കാരമൽ ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം അലുമിനിയം ഫോയിൽ വെച്ചിട്ട്.
ഡെക്കറേറ്റ് ചെയ്യാം ഇത് വെച്ചിട്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റെങ്കിലും അതിനകത്ത് ഇരിക്കണം, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാരമൽ കസ്റ്റേർഡ് കുറേ നേരമായിട്ട് ഫ്രീസറിൽ ഇരിക്കുകയാണ്. നമുക്കത് എടുത്തുകൊണ്ട് വരാം, നോക്കാം അത് എങ്ങനെ ഉണ്ടാവും. ഞാൻ അത് കുറച്ച് ഗാർണിഷൊക്കെ ചെയ്തിട്ടാണ് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് വരാം ഫ്രിഡ്ജിൽ നിന്ന്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വെറും മുട്ട, പഞ്ചസാര, വാനില എസൻസ് ആൻഡ് പാല് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കാൻ. മെയിൻലി ഞാൻ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് കാരമൽ സോസ് ഉണ്ടാക്കി അതിനകത്ത് നട്ട്സ് ഇട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാമിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം, നോക്കാം എൻ്റെയാണോ നസിയുടെ ആണോ ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു. ഹലോ മാം. ഹലോ. അത് മോൾഡ് അങ്ങനെ കിട്ടി. എൻ്റെ പേര് മിലി, ഞാൻ ചെന്നൈയിൽ നിന്ന് വരുന്നു. പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിന്റെ പുറത്തുനിന്ന് വരെ ആൾക്കാരുണ്ട്. മനസ്സിലായി. ഞങ്ങള് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, രണ്ടുപേരുടെ പേര് വെച്ചിട്ടാണ്. എനിക്കും എൻ്റെ ഫ്രണ്ടും ഇതാ കിട്ടിയത്. പിന്നെ ഇപ്പോൾ ജസ്റ്റ് ഗാർണിഷിങ് ബാക്കിയാണ്. എന്താണ് കാരമൽ കസ്റ്റേർഡ്. അപ്പോൾ കഴിച്ചിട്ടുണ്ടല്ലേ? എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ആദ്യം ഞങ്ങള് അവരുടെ കഴിവ് തെളിച്ച് കേട്ടേക്കുന്ന സാധനമാണ്. ഞങ്ങൾ ലക്കിയായിരുന്നു, ഞങ്ങൾക്ക് നറുക്കെടുപ്പായിരുന്നു, അതിൽ വീണ് കിട്ടിയതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റി. ടേസ്റ്റ് പഞ്ചസാരയല്ലേ? നല്ല ടേസ്റ്റ് ചെയ്യിച്ചിട്ടേ വിടുന്നുള്ളൂ. സ്പെഷ്യൽ വണ്ടി എനിക്ക് അറേഞ്ച് തരാൻ. ഇന്ത്യയുണ്ട്, ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് ടൈമിലേ പറ്റുള്ളൂ. എന്നിട്ട് അവരെ സേഫ് ആക്കണം. അല്ല, കറക്റ്റ് നോക്കിയിട്ട്. നമ്മള് ഈ മാസം പടം റിലീസ് ഉണ്ട്, പോയി കണ്ടോണം. അതെ, ഏത് മൂവിയാ ഇപ്പൊ പുതിയ? ദൂരം 18, 2 പടങ്ങൾ. ഞാൻ എല്ലാ മൂവീസും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. വടക്കൻ സെൽഫി റോള് അടിപൊളിയായിരുന്നു. മറ്റേ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ കുറച്ചും കൂടി പറയാം. ആ ഡയലോഗ്, ഇനി നീ നില വീട്ടിലേക്ക് വരുന്നു, എന്റെ വീട്ടിൽ അമ്മ വന്നിട്ട് പറയും. താങ്ക് യു. ഹായ്, നമുക്കിന്നിവിടെ പെയർ റൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാനും മിലിയാണ് പെയർ. നമുക്ക് കിട്ടിയിരിക്കുന്നത് കാരമൽ കസ്റ്റേർഡാണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം. നല്ല ഈസി റെസിപ്പിയാണ്, ഇപ്പോൾ ഉണ്ടാക്കാം. പിന്നെ ആവശ്യമായിട്ട് പാല്, മുട്ട, പഞ്ചസാര, വനില എസൻസ്. അത് നമുക്ക് പാല് ചൂടാക്കാം. നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് കാരമലൈസ് ചെയ്യാം ഷുഗർ. കുറച്ച് വെള്ളം ഒഴിച്ചു. പാല് ചൂടാകുന്ന സമയത്ത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. 4 മുട്ടയാണ് എടുക്കുന്നത്. 3 എഗ് വൈറ്റും 1 എഗ്. കുറച്ച് ഓറഞ്ച് ജസ്റ്റ് ചേർക്കുന്നതിന് വേണ്ടി ഓറഞ്ച് ജസ്റ്റ് എടുക്കാം. ഇതിൻ്റെ വെള്ളം കൂടാതെ എടുക്കണം, വെള്ളം വന്നാൽ കയ്പ്പ് വരും. അതിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ്. ഈ ഓറഞ്ച് ജസ്റ്റും ഇതിൽ ചേർക്കും.
ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ വെള്ളം വെച്ച് ചൂടാക്കി എടുക്കാം. നമുക്ക് ഈ മുട്ടയും പാലും കൂടെ യോജിപ്പിച്ചു കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം കസ്റ്റേർഡ്. കസ്റ്റേർഡ് കുറച്ച് കുറുകിയിട്ടുണ്ട്, കുറച്ച് കുറുകിയാൽ മതി. നമുക്കിത് ഒഴിച്ച് വെക്കാനുള്ള മോൾഡ് റെഡിയാണ്. ഞാൻ ഈ മോൾഡിലാണ് കസ്റ്റേർഡ് ആക്കിയെടുക്കുന്നത്. കാരമലൈസ് ചെയ്ത ഷുഗർ നമുക്ക് മോൾഡിൽ ഒഴിച്ച് വരുത്തും. നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഈ മോൾഡിലേക്ക് ഒഴിക്കും. മോൾഡിൽ ഒഴിച്ച കസ്റ്റേർഡ് നമുക്ക് ചൂടായിരിക്കുന്ന ഇതിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് വെള്ളം പോവാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. ജസ്റ്റ് ഒരു ഹോളിട്ട് കൊടുക്കാം സ്റ്റീം പോവാൻ. ഞാൻ ഈ ഒരു ചെറിയ മോൾഡിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. പ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മോൾഡിലും ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് മോൾഡ് ഇതിൽ വെച്ചിട്ട് കുറച്ച് കസ്റ്റേർഡ് അതിൽ ഒഴിച്ചു. നമുക്ക് അടിച്ച് വെച്ച് സ്റ്റീം ചെയ്യും. ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യും. കുറച്ച് ഗാർണിഷിന് വേണ്ടി കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തു. നട്ട്സ് ഇതിലിട്ട് കാരമലൈസ് ചെയ്യും. കുറച്ചുകൂടെ ഷുഗർ കാരമലൈസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് തന്നെയാണ്. സ്റ്റീം ചെയ്യാൻ വെച്ചത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ചെറിയ മോൾഡിൽ ഒഴിച്ച് സ്റ്റീം ചെയ്യാൻ വെച്ചത് ആയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുത്ത് തണുക്കാം. കാരമൽ റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കി കാരമലൈസ് ചെയ്തിട്ട് റോളാക്കിയത്. എനിക്കിവിടെ പെയർ റൗണ്ടായിരുന്നു. ഞാനും മിലിയായിരുന്നു പെയർ. ഞങ്ങൾക്ക് കിട്ടിയത് കാരമൽ കസ്റ്റേർഡാണ്. അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മാമിൻ്റെ ഷെഫിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ കൊണ്ടുപോവാണ്. അപ്പം അവിടെ വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ്. ഹായ്, നസിയ, കോഴിക്കോട്. കോഴിക്കോട് ഭക്ഷണത്തിന്റെ ഭയങ്കര ടേസ്റ്റ്. എല്ലാരും ഇതന്നെ ഫസ്റ്റ് പറയണേ. നമ്മുടെ നാട്ടില് നമ്മളിവിടെ ഷൂട്ട് വരുമ്പോൾ തലശ്ശേരി കണ്ണൂര് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. തലശ്ശേരി കണ്ണൂർ കോഴിക്കോട് ഇഷ്ടംപോലെ നല്ല ഭക്ഷണം കഴിക്കാം. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 5 കിലോ കൂടാതെ തിരിച്ചു വെക്കാം. പക്ഷെ അവിടെയാണ് ലൊക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒറ്റ ദിവസം ഫുഡ് നമ്മൾ പുറത്തുനിന്നല്ലാണ്ട് കഴിക്കില്ല. കുറച്ച് ഫുഡ് നമ്മൾ കട്ട് ചെയ്യും. കാരമൽ കസ്റ്റേർഡ് ഇതെന്താ സാധനം? അത് ഷുഗർ ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് റിങ് ആക്കി എടുത്തത്. ഡിസൈൻ ഒക്കെ ചെയ്ത് വെച്ചിരിക്കും. ഗ്ലാസ് പോലെ അതിങ്ങനെ സ്പ്രിങ് പോലെയും എടുത്തത്. പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ആക്കി മാറ്റിയല്ലേ? അങ്ങനെ ആക്കി. നന്നായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിക്കാൻ ഭംഗിയാണ്. ടേസ്റ്റ് ചെയ്യട്ടെ. ഒക്കെ റെഡി ആയിരിക്കുവാണ് തരാനായിട്ട്.
ഒന്നും പറയാൻ പറ്റുന്നു. ഈ കാരമൽ കസ്റ്റേർഡിന് ഇങ്ങനെ ഒരു അലങ്കാരത്തിന്റെ ആവശ്യമില്ല ആക്ച്വലി പറഞ്ഞാല് നട്ട്സിന്റെ പൗഡറിന്റെ ആവശ്യമില്ല. ഇത് നട്ട്സിന്റെ ടേസ്റ്റ് ആണ് കൂടുതൽ കയറി. അതിന്റെ മേലെ ഉണ്ടായി പോയതാ. പ്രസന്റ് ചെയ്യാൻ വരുമ്പോ എനിക്ക് തോന്നുന്നു അതെ അവോയ്ഡ് വേറെ എന്താ പീസ് വേറെ എന്താ ജസ്റ്റ് മേലെ എടുത്തു. കാരമലിന് കുറച്ച് കൂടുതലായിട്ട് അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കിടക്കും. അതിന്റെ മേലെ ഇട്ട് വെച്ചു. അത് കഴിക്കാൻ ഇതെന്ന് പറയുന്നത് വ്യക്തിമ തന്നെ ഇതാണ് അതിന്റെ ഒരു സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ വായിൽ അലിഞ്ഞു പോകുന്നതാണ്. ഓക്കെ. എന്നാലും ഇനി ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മള് പടത്തിലൊന്നും തിയേറ്ററിൽ പോകാനല്ലോ. ഉണ്ട്. ഡോക്ടർ ലവ് ഒക്കെ കണ്ട്, പിന്നെ വടക്കൻ സെൽഫി കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് വടക്കൻ സെൽഫി? ഡോക്ടർ ലവ് കണ്ടു. ഡോക്ടർ ലവ് അതൊക്കെ കണ്ടതാണ് അല്ലേ? അതിലുള്ള ക്യാരക്ടർ നല്ല അടിപൊളി. അത്യാവശ്യം തരുവാണ്. അപ്പൊ കൊള്ളാം അല്ലേ? കൊള്ളാം. ഈ കാണാൻ വന്നതുകൊണ്ട് ഇനി വേറെ കാണാം. ശരി. താങ്ക് യു. Coco's Kitchen Magic, powered by Kitchen Treasures and presented by Datri Ipurle, Tasty and Judgment Round. അപ്പോൾ നമ്മുടെ ടേസ്റ്റിംഗ് ആൻഡ് ജഡ്ജ്മെന്റ് റൗണ്ട്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് നോക്കൗട്ട് റൗണ്ടിന് സെക്കൻഡ് അപ്പോൾ ആ രണ്ടാൾക്കാരും വരിക. അപ്പോൾ നമ്മളുടെ നോക്കൗട്ട് റൗണ്ടിലെ സെക്കൻഡ് പെയർ നസിയ ആൻഡ് മിലി എത്തിയിരിക്കുകയാണ് കാരമൽ കസ്റ്റേർഡുമായിട്ട് വരിക. അപ്പോൾ രണ്ടുപേരും ഇവിടെ കൊണ്ട് വെക്കണം. എന്നിട്ട് നിങ്ങൾ പരസ്പരം സ്വാദ് നോക്കി വിലയിരുത്തണം. അതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരെയും കാരമൽ കസ്റ്റേർഡ് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജഡ്ജ് ചെയ്യുക. യു ജസ്റ്റ് എന്താ പറയുക, രണ്ടുപേരും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഇത് ചെയ്യണം. ഞങ്ങൾ ആദ്യം ഒന്ന് സ്വാദ് നോക്കും, എന്നിട്ട് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളിപ്പോൾ പറയില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തണം. ഓക്കെ ഷെഫ്. മിലിയിൽ നിന്ന് തുടങ്ങാം. മിലി ഇപ്പോൾ ആദ്യം നോക്കുന്നത് നസിയയുടെ പൊടിയാണ്. എന്ത് വേണമെങ്കിലും പറയാം. ഫ്രാങ്ക് ആയിട്ട് പറയാം. ഇഷ്ടമായി. കാരമലൈസ് ടേസ്റ്റ് ഒക്കെ നല്ലോണമുണ്ട്. സ്വീറ്റ്നെസ് ഒക്കെ കുഴപ്പമില്ല. ഇച്ചിരി സ്വീറ്റ്നെസ് കൂടുതലാണെന്ന് തോന്നുന്നു, പക്ഷെ അത് കാരമലിൻ്റെ ആവാം. അതർവൈസ് ഇറ്റ്സ് ഓവറോൾ നൈസ്. എനിക്കിഷ്ടമായി. How you judged it? എങ്ങനെയാ ജഡ്ജ് ചെയ്തത്? ജഡ്ജിങ്ങിന്റെ ക്രൈറ്റീരിയ ടേസ്റ്റ്, പിന്നെ പ്രസന്റേഷൻ, പിന്നെ പിന്നെ ഫ്ലേവർ, ടെക്സ്ചർ ഓൾസോ. ടെക്സ്ചർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫ്ലേവറും കുഴപ്പമില്ല, നല്ല ഓവറോൾ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെന്ന് പറയാനാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയല്ല മാം, കാരമൽ കസ്റ്റേർഡ് ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുണ്ട് 2-3 തവണ വീട്ടിൽ ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തൻറ്റിക് ആയിട്ടൊരു ഹോട്ടലിൽ പോയിട്ടോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ എനിക്കിഷ്ടമായി. എൻ്റെ ഓൾമോസ്റ്റ് ആ ടേസ്റ്റ് ആണെന്ന് തോന്നണേ. ടെക്സ്ചർ രണ്ടുപേരും ഒരുപോലെ ആണോ എന്ന് കൂടെ നോക്കണം. ഓക്കെ ഓക്കെ. ഇനി അപ്പൊ അത്രേ മിലിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അല്ലേ? എനിക്ക് പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അപ്പൊ മിലിക്ക് കുറച്ച് കാരമൽ കസ്റ്റേർഡിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് അറിയില്ല അല്ലേ? ഞാൻ 2-3 തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ റെസിപ്പി കണ്ടിട്ട്, നമ്മൾ ടി വിയിൽ കണ്ടിട്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഒത്തൻറ്റിക് ആയിട്ട് ഇപ്പോൾ ചോദിച്ചാൽ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ പേസ്ട്രി ഷെഫ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പരിചയമുള്ളൂ. ഓക്കെ
എന്തായാലും കാരമൽ കസ്റ്റർഡ് വെരി കോമൺ ആയിട്ടുള്ളൊരു ഡെസേർട്ട് ആയിട്ടാണ്. ഏത് വീട്ടിലും എല്ലാ വീട്ടമ്മമാരും ഒരുപാട് പേര് ട്രൈ ഔട്ട് ചെയ്തു. ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഒത്തന്റിക് ഷെഫ് അല്ലെങ്കിൽ പേസ്ട്രി ഷെഫ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാരമൽ കസ്റ്റേർഡിന് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പോയി ട്രൈ ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ഇറ്റ്സ് സോ സിമ്പിൾ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, യു പ്ലീസ്. കാരമൽ കസ്റ്റർഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അതേ നാണയത്തിൽ മറുപടി പറയണമെന്നില്ല. സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് ഷോപ്പിംഗ് അല്ല വേണ്ടത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അങ്ങോട്ട് ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ മുഖത്ത് നോക്കിയല്ലേ പറയുന്നത്, അതുപോലെ പറയണം. എന്താണ് വാട്ട് ഈസ് ദി കറക്റ്റ്. അപ്പം കാര്യം താങ്കളും ഉണ്ടാക്കി, സി ഓൾസോ മീ. ആൻഡ് എനിക്ക് നസിയ ഇപ്പം മിലി പറയുന്ന പോലെ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണോ എന്ന് എനിക്കറിയില്ല. കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കി കൂടുതൽ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകാം, കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുണ്ടോ? അതെ, ആദ്യമായിട്ടാണോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ഓക്കെ, മിക്കവാറും ചില ഹോട്ടൽസിൽ ബുഫേയിലൊക്കെ പോകുമ്പോൾ യൂഷ്വൽ ഒരു ബ്രെഡിൽ കാണുന്ന സാധനമാണ്, അത് വേറെ ഒന്നുമല്ല. ഫസ്റ്റ് മിലിയുടെ പ്രസൻറ്റേഷൻ നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ ടെക്സ്ചറൊക്കെ ഓക്കെയാണ്. കുറച്ച് എനിക്ക് തോന്നിയത് കുറച്ച് എസെൻസ് മാത്രം ജസ്റ്റ് ഫ്ലേവർ കിട്ടി, വാനില എസെൻസ് ഉണ്ട്. അല്ലാതെ എല്ലാം നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, പ്രീ ഡിസൈഡഡ് അല്ല, നോട്ട് ടു ടോക്ക്. രണ്ടുപേരും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വന്നിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പറയാമെന്ന് അഭിപ്രായം. പോസിറ്റീവ്. ഞാൻ ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താ ഡിഫറൻസ്? അതാണ് ഡിഫറൻസ് എന്താ? എന്താണ് വ്യത്യാസം ബിറ്റ്വീൻ? കാരമൽ കുറച്ചുകൂടെ കാരമലൈസ് ചെയ്ത് കുറച്ചുകൂടെ കൂടുതലാണ്, അത് ലൈറ്റായിട്ടാണ്. ശരി, പിന്നെ എന്താണ് വ്യത്യാസം? നിങ്ങളുടെ രണ്ടിൻ്റെ തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? മാർക്ക് ഇടുകയാണെങ്കിൽ ഇതിന് കൂടുതൽ കൊടുക്കും, അതിന് കൂടുതൽ കൊടുക്കും? കുഴപ്പിക്കുന്ന ചോദ്യമാണ് അല്ലേ? അങ്ങനെയാണല്ലോ വേണ്ടത്. ഒന്നും വരുന്നില്ല അല്ല, എന്താണ് വ്യത്യാസം? എന്തായാലും രണ്ടുപേർക്കും ഒരുപോലെ വരില്ലല്ലോ. രണ്ടുപേരും ഒരേ ഐറ്റം ഉണ്ടാക്കിയെങ്കിലും ജനറലി ഇപ്പം ഞങ്ങൾക്കൊരു അസസ്മെന്റ് ഉണ്ടാകും. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നാണോ, അതോ എങ്ങനെയാണ്? എന്താണ് വ്യത്യാസം? വാട്ട് ഈസ് ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്. എന്താണ് വ്യത്യാസം? ഇതിൻ്റെ ടെക്സ്ചർ എന്താ, അതിൻ്റെ ടെക്സ്ചർ എന്താ? വിച്ച് ഈസ് സോഫ്റ്റ്? അതിൻ്റെത് ഞാൻ കഴിച്ചിട്ടില്ല. പണി കഴിക്കണം. രണ്ടും ഒരുപോലെ. നന്നായി. ഓക്കെ, നിങ്ങൾ നല്ല ജഡ്ജസ് അല്ല. ഓക്കെ, രണ്ടും ഒരുപോലെ എന്ന് പറയുന്ന രണ്ട് വ്യക്തി. ഞാൻ ഓറഞ്ച് ജസ്റ്റ് ഇട്ടു, അതിൻ്റെ ഫ്ലേവർ അത് മനസ്സിലായി. ഓറഞ്ച് ജസ്റ്റ് അത് മാത്രം. ശരി, ആയിക്കോട്ടെ.
അഭിപ്രായം ഞങ്ങൾ കേട്ടു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഫ്രണ്ട്സ് ആയത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ളതാണ് അടുത്തൊരു ഒരു കാര്യം പറഞ്ഞത്. എനിവേ ഞങ്ങൾക്ക് എന്തായാലും അഭിപ്രായം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തിട്ടേ പറ്റും. അപ്പോൾ നിങ്ങളെക്കാട്ടി കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുപാടധികം കാരമൽ കസ്റ്റർഡ് കഴിച്ചിട്ടുള്ളവരാണ്. ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്, ഹോട്ടൽസിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പല മറ്റ് വീടുകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പലയിടത്തും ഗസ്റ്റായിട്ട്. I'll tell the problem with both the dish. First, Millie, the cream caramel custard, caramel flavor number cool one. Plus, the taste of egg is very pungent. It's coming to my mouth. That should not be there. Other than caramel custard varan padilla. Either you have to use your vanilla essence a little more or substitute to something else. What she has done it, she used orange zest. That's why her caramel custard has come very well. Nazia's problem is caramel isli kodi boy. കുറച്ചുകൂടി Utrilla, just you are in the final stage. Final through mole poitundu. So that we have to control. What I like was the orange zest and the other in case I. Really, you should have not put that. മോൾഡ് ടു ഫ്ലാറ്റ് ആയി. Too flat. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെക്സ്ചർ മറ്റേതിൻ്റെ അത്രയും സോഫ്റ്റ് അല്ല. ഓക്കെ, ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു എന്താ പറയുക, ആ ബൗൾ കണ്ടല്ലോ വച്ചിരുന്നത്, ആ സാധനമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. Better. ഇത് തന്നെ കാട്ടില്ല. വാട്ട് യു അങ്ങനത്തെ ഒരു മോൾഡാണ് എപ്പോഴും ഇതിന് നല്ലത്. നോട്ട് ദി സ്റ്റാർ. ഇതിനൊന്നും ഈ സ്റ്റാർ ഷേപ്പ് ഒന്നും പ്രസക്തമല്ല. കാരമൽ കസ്റ്റാർഡിന്റെ ഒരു മോൾഡ് ഇസ് ഡിഫറെന്റ്. അങ്ങനെ വരുന്നതാണ് എപ്പോഴും കണ്ടിട്ടില്ല എപ്പോഴും അങ്ങനത്തെ ഒരു മോൾഡ്. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു തിക്നെസ് ആണ്. മിനിമം എത്ര ഹൈറ്റ് ഉണ്ട് വേണം, അത് ഉണ്ടാവുമ്പോൾ നല്ല ഹൈറ്റ് വരും. പിന്നെ കാരമൽ കുറച്ചുകൂടെ കാരമലൈസ്ഡ് ആണ്. ഇത് കുറച്ച് ഒരു പൊടിക്ക് കൂടുതലാണ്. പക്ഷെ ടെക്സ്ചർ വൈസ് ഇസ് ഓക്കെ. ടേസ്റ്റ് ഇസ് ഇതിന് എഗ്ഗി ടേസ്റ്റ് കൂടുതലാണ്. ഒരു എഗ്ഗിൻ്റെ ഭയങ്കരമായിട്ട് ഇതൊരു എഗ് പുഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് എഗ്ഗ് ചേർക്കുന്നതാണ്. എങ്കിലും മുട്ടയുടെ സ്വാദ് ഇങ്ങനെ കൂടുതലായിട്ട് വരരുത്. അതുകൊണ്ടാണല്ലോ വാനില എസൻസ് കൊണ്ടൊക്കെ അങ്ങനെ കവറപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ അതും കൂടെ ഉള്ള മറ്റേ ഓറഞ്ച് ടേസ്റ്റ് ഇട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് ഇത് വേണ്ടാത്തൊരു കാര്യമാണ് ഈ അലങ്കാരം, ഈ നട്ട്സ് വെച്ചിട്ടുള്ള ലൈൻ ഉണ്ടാക്കിയത്. അതും കാരമൽ കസ്റ്റേർഡിൻ്റെ കൂടെ അങ്ങനെ സാധാരണ കാണുന്ന ഒരു സാധനമല്ല. അതിൻ്റെ ആവശ്യമില്ല. അതിനല്ലാതെ തന്നെ അതിൻ്റെതായ ഫ്ലേവറും ഉണ്ട്. പിന്നെ ദിസ് ഇസ് എൻ ആഡഡ് സാധനം. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ സൂചിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കൗട്ടാണ്. സോ നസിയ സേഫിലാണ് ആൻഡ് യു ആർ ഇൻ ദ ഡേഞ്ചർ സോൺ. ഓക്കെ, അപ്പോൾ ഈ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഡേഞ്ചർ സോണിലാണ്. ആൻഡ് ഇനി അപ്പോൾ നമുക്ക് ഒരു എലിമിനേഷൻ റൗണ്ടിൽ വെച്ച് കാണാം. ആൻഡ് താങ്കൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നോക്കൗട്ട് റൗണ്ടിന്റെ സെക്കൻഡ് പെയറിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. പാചക വിശേഷങ്ങൾ. കാരമൽ കസ്റ്റർഡ് എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ്. നല്ല ഒരു പുഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ജഡ്ജ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും നോക്കൗട്ടാണ്. അതുകൊണ്ട് ഒരാൾ ഡേഞ്ചർ സോണിൽ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഡേഞ്ചർ സോണിൽ എത്തി നിൽക്കുന്നത് മിലിയാണ്. എന്തായാലും ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ നോക്കൗട്ട് റൗണ്ട് വിശേഷങ്ങൾ. നാളെ ഇതിന്റെ ബാക്കിയുണ്ടാകും. അടുത്ത പേർ